വടക്കൻ സ്പെയിനിലെ ബസാലു എന്ന പട്ടണം. കത്തലോണിയ പ്രദേശത്തെ ഒരു പ്രമുഖമായ ചരിത്ര നഗരമാണിത്. അതിലെ പ്രശസ്തമായ പ്ലാസ മയോർ എന്ന സ്ക്വയറിലൂടെ നടക്കുകയാണ് ഞാൻ. സ്ക്വയറിന്റെ ഓരങ്ങളിൽ നിരവധി റെസ്റ്റോറന്റുകൾ. ഒരു സ്ക്വയറിൽ നിന്ന് അടുത്ത വലിയൊരു സ്ക്വയറിലേക്ക് നടന്നെത്തുന്നു. ആ സ്ക്വയറിന്റെ മധ്യത്തിൽ വലിയൊരു പള്ളി. സാൻ പെരെ മൊണാസ്ട്രിയുടെ ഭാഗമായ പള്ളിയാണ്. ഒരു മെഡീവിയൽ ബെനഡിക്റ്റൈൻ മൊണാസ്ട്രിയാണിത്. 1000 വർഷം മുൻപ് പ്രവർത്തനം തുടങ്ങിയ മഠം. അതിൻ്റെ അകത്ത് കയറാൻ ഞാനൊന്നു നോക്കി. പക്ഷേ വാതിൽ പൂട്ടിയിരിക്കുകയാണ്. അതിനാൽ തിരിച്ചിറങ്ങി. നേരെ മുന്നിൽ റോമൻ കാലഘട്ടത്തിലെ നിർമ്മിതി പോലെ ഒരു കെട്ടിടമുണ്ട്. അത് ഓൾഡ് ഹോസ്പിറ്റൽ ഓഫ് സാന്റ് ജൂലിയ എന്നാണ് അറിയപ്പെടുന്നത്. മധ്യകാലഘട്ടത്തിൽ തീർത്ഥാടകർക്കുള്ള വിശ്രമ കേന്ദ്രവും പള്ളിയുമായാണ് ഇത് നിർമ്മിച്ചത്. 12ാം നൂറ്റാണ്ടിൽ ബസാലു ഭരിച്ചിരുന്ന പ്രഭുക്കന്മാരാണ് ഇത് പണിതത്. അക്കാലത്ത് കാമിനോ ദെ സാന്തിയാഗോ എന്ന തീർത്ഥാടന പാതയിലെ ഇടത്താവളമായിരുന്നു ബസാലു. അതിനാലാണ് ഇവിടെ ഒരു വിശ്രമ കേന്ദ്രം സ്ഥാപിച്ചതും. ഇത് മിഡീവൽ ബെനഡിക്റ്റൻ മൊണാസ്ട്രിയുടെ പിൻഭാഗമാണ്. ഈ മൊണാസ്ട്രിയുടെ കീഴിലായിരുന്നു ഓൾഡ് ഹോസ്പിറ്റൽ ഓഫ് സാന്റ് ജൂലിയ പ്രവർത്തിച്ചിരുന്നത്. ഇവിടെ സർക്കസ് ലാൻഡ് എന്നൊരു സ്ഥാപനമുണ്ട്. 2020 പ്രവർത്തനം ആരംഭിച്ച ഒരു മ്യൂസിയമാണ്. സർക്കസ് കലയുടെ ചരിത്രം വിവരിക്കുന്ന യൂറോപ്പിലെ തന്നെ ആദ്യ മ്യൂസിയം. വീണ്ടും നടന്ന് ഞാൻ പ്ലാസ മയോർ എന്ന സ്ക്വയറിലേക്കെത്തി. ചരിത്രമന്ദിരങ്ങൾ അതിരിടുന്ന ചത്വരം. പലതിനും മധ്യകാല നിർമ്മാണ ശൈലിയിൽ നിന്ന് വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. പഴയ സ്പാനിഷ് ശൈലിയിലുള്ള കെട്ടിടങ്ങളാണ്. നീളൻ വരാന്തയുള്ള കെട്ടിടങ്ങൾ. സ്പെയിനിലെ പലയിടത്തും കാണാം ഈ നിർമ്മാണ രീതി. മുകളിൽ വലിയ ജാലകങ്ങൾ. സ്പെയിനിന്റെ എല്ലാ കോളനികളിലും ഈ നിർമ്മാണ ശൈലി ഉപയോഗിച്ചിട്ടുണ്ട്. പ്ലാസ മയോറിൽ നിന്ന് തിരികെ നടക്കുമ്പോൾ ഒരു വഴി ഇങ്ങനെയാണ്. പ്രത്യേക രീതിയിലാണ് കല്ല് വിരിച്ചിരിക്കുന്നത്. ഉരുളൻ കല്ലുകൾ നദിയിൽ നിന്നെടുത്ത് അത് പ്രത്യേക ഡിസൈനിൽ വിരിക്കുന്നു. ബസാലുവിന്റെ ചരിത്ര വഴികളിലൂടെ നടന്നു. ഇവിടേക്ക് വന്നപ്പോൾ കണ്ട ടൂറിസ്റ്റുകളുടെ വലിയ ബഹളം ഒഴിവായിരിക്കുന്നു. കടകൾ തുറന്നിരിപ്പുണ്ട്. കിളിക്കൂടുകൾ ഉൾപ്പെടെ വിൽക്കാൻ വെച്ചിരിക്കുന്നു. വിലയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് യാത്ര തുടരേണ്ട നേരമായി. കൂടെ തോമസ് ഉണ്ട്. ഓൾഡ് ടൗണിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോഴും ബസാലുവിന്റെ ചരിത്രമാണ് ഞാൻ ഓർക്കുന്നത്. 1000 വർഷം മുൻപ് തന്നെ സ്വതന്ത്രവും ശക്തവുമായി നിലനിന്ന ഒരു കൗണ്ടി. 10 മുതൽ 12 വരെയുള്ള നൂറ്റാണ്ടുകളായിരുന്നു ബസാലുവിന്റെ സുവർണകാലം. കച്ചവട പ്രമുഖരുടെയും പ്രഗത്ഭരായ ആത്മീയ നേതാക്കളുടെയും കവികളുടെയും വൈദ്യന്മാരുടെയും എല്ലാം നഗരമായിരുന്നു അന്ന് ഇത്. ഞങ്ങൾ വീണ്ടും പാലത്തിലേക്ക് വന്നു കയറി. പഴയ നഗരത്തിലേക്കുള്ള പ്രധാന വഴി ഈ പാലത്തിലൂടെ തന്നെയാണ്. താഴെ ഫ്ലൂവിയ നദി ഒഴുകുന്നു. കോട്ട നഗരത്തെ സംരക്ഷിക്കുന്ന കിടങ്ങ് പോലെ നദി. ആ നഗരത്തെ ഒരിക്കൽ കൂടി ഞാൻ തിരിഞ്ഞു നിന്നു കണ്ടു. ഇപ്പോഴും ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അവർ പാലം കടന്ന് പഴയ നഗരത്തിലേക്ക് പോകുന്നു. 1000 വർഷം മുൻപ് വളരെ സജീവമായിരുന്നു ഇവിടമെന്നോർക്കണം. മധ്യകാലത്ത് ബസാലുവിന്റെ സാമ്പത്തിക സാംസ്കാരിക വളർച്ചയിൽ പ്രധാന പങ്കുവഹിച്ചത് ഇവിടെയുണ്ടായിരുന്ന ജൂതന്മാരാണ്. കൊളോണിയൽ കാലഘട്ടത്തിനു മുൻപേ സ്പെയിൻ സമ്പന്നമായിരുന്നെന്ന് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് കോളനിയിൽ നിന്നുണ്ടായ സമ്പത്തുകൊണ്ടാണ് സ്പാനിഷ് നഗരങ്ങൾ വളർന്നത് എന്നാണ്. അങ്ങനെയല്ല. കോളനി കാലത്തിനു മുൻപേ 10ാം നൂറ്റാണ്ടിലൊക്കെ സമ്പന്നമായിരുന്ന നഗരങ്ങളാണിത്. 15ാം നൂറ്റാണ്ട് മുതൽ കോളനികൾ ഉണ്ടാക്കിയതിലൂടെ രാജാവും രാജകുടുംബവും പ്രഭുക്കന്മാരുമെല്ലാം ധാരാളം സമ്പത്തുണ്ടാക്കി എന്നത് വാസ്തവമാണ്. ബാഴ്സലോണ, മാഡ്രിഡ് തുടങ്ങിയ നഗരങ്ങളുടെ വളർച്ചയ്ക്ക് കോളനികളിൽ നിന്നുള്ള സമ്പത്ത് വലിയ തോതിൽ ഉപയോഗിച്ചിട്ടുമുണ്ട്. ഞങ്ങൾ കാറിൽ കയറി യാത്ര തുടർന്നു. സ്പെയിനിന്റെ ആ തനത് നഗരക്കാഴ്ചയും പിന്നിട്ട് ഞങ്ങൾ പോവുകയാണ്. തോമസിനെ ഞാൻ നമിക്കുകയാണ്. എന്റെ ഈ ചിത്രീകരണ യാത്രയ്ക്കായി ഇദ്ദേഹം ഏറെ കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ പറയുന്നിടത്തെല്ലാം വണ്ടി നിർത്തുന്നു. പറയുന്നിടത്തു കൂടിയെല്ലാം വണ്ടി ഓടിക്കുന്നു. സമയത്ത് ഭക്ഷണമില്ല, വിശ്രമമില്ല. അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ ഇത്രയും ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. ഇനി ഒരു 30 മിനിറ്റ് കൂടി ഓടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ലക്ഷ്യമിടുന്ന മറ്റൊരു പ്രധാന ഡെസ്റ്റിനേഷനിലേക്ക് എത്തും. ജിറോണ എന്ന ചരിത്ര നഗരത്തിലേക്ക്. ഏതാണ്ടൊരു സമതലം പോലുള്ള പ്രദേശമാണിവിടം. വലിയ മലനിരകളില്ലാത്ത പ്രദേശം.
ഒരു കാലത്ത് സ്പെയിനിൽ നിന്ന് നിരവധി പര്യവേക്ഷകർ ലോകത്തിന്റെ പല ഭാഗത്തേക്കും സഞ്ചരിച്ചിരുന്നു. ലാറ്റിൻ അമേരിക്ക ഉൾപ്പെടെയുള്ള പല നാടുകളിലും അവർ കോളനികൾ സ്ഥാപിച്ചു. ഇതിവിടുത്തെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലാണ്, ജോസഫ് ട്രുവേറ്റ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ. ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിയും കൂടി ചേർന്നതാണത്. 1956 പ്രവർത്തനം തുടങ്ങിയ ഹോസ്പിറ്റലാണ്. 40 ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അതിൽ. ഒരു പാലത്തിലേക്കെത്തുന്നു. റിയൂട്ടർ എന്ന നദിക്കു കുറുകെയുള്ള പാലമാണ്. പാലം കടന്ന് പാർക്ക് ദേ ലാ ദെവേസ എന്നൊരു പാർക്കിലേക്കെത്തി. പാർക്കിൽ പ്ലെയിൻ എന്ന പ്രത്യേകതരം മരമാണ് നിൽക്കുന്നത്. 40 ഹെക്ടർ വിസ്തൃതിയുള്ള പാർക്കാണ്. ജിറോണ നഗരത്തിന്റെ ശ്വാസകോശം എന്നാണ് ഇതറിയപ്പെടുന്നത്. ആ പാർക്കിന്റെ അകത്തെ വഴികളിലൂടെ പോകുമ്പോൾ അങ്ങകലെ 2 പള്ളികൾ കാണാം. ഇങ്ങനെ കാണുമ്പോൾ ഒറ്റ പള്ളിയാണെന്ന് തോന്നും. 2 എണ്ണമുണ്ടത്. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ സാന്റ് ഫെലിയു പള്ളിയും ജിറോണ കത്തീഡ്രലും. അത് രണ്ടും കൂടെ ഒറ്റ ഫ്രെയിമിൽ കാണുമ്പോൾ ഒറ്റ കെട്ടിടമാണെന്ന് തോന്നുന്നതാണ്. ജിറോണ കത്തീഡ്രലാണ് അതിൽ ഏറ്റവും പ്രശസ്തം. ഒരു കുന്നിന്റെ മുകളിലാണത്. അവിടമാണ് ടൗണിന്റെ ഒരു പ്രധാന ഭാഗം. പക്ഷേ അവിടേക്ക് കാർ പോകാൻ പ്രയാസമാണെന്ന് തോമസ് പറഞ്ഞു. ഇവിടെ പാർക്കിംഗ് ഉണ്ട്. കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നടക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഫ്രീ പാർക്കിംഗ് ആണ്. ഭാഗ്യവശാൽ ഞങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം കിട്ടി. അവിടെ കാറിട്ട് ഞങ്ങൾ ഇറങ്ങി നടന്നു. ഇനി നദി ക്രോസ് ചെയ്ത് മറുകരയിലെത്തി വേണം ഓൾഡ് ടൗണിലേക്ക് പോകാൻ. ഓന്യാർ എന്ന നദിയാണ് താഴെ. ഓന്യാർ നദിയും ചെർ നദിയും കൂടി ഒന്നിക്കുന്നത് നഗരത്തിന്റെ ഒരു ഭാഗത്ത് വെച്ചാണ്. പാലത്തിലേക്ക് കയറും മുൻപ് ഞാൻ നദിക്കരയിൽ അല്പനേരം നിന്നു. പഴയ നഗരം നദിയിൽ പ്രതിഫലിക്കുന്നു. രസകരമായ ഒരു കാഴ്ച. അതിനപ്പുറത്ത് ഓൾഡ് ടൗൺ. നദി ഇങ്ങനെ കാണുമ്പോൾ പാരീസിലെ സീൻ നദിയും റോമിലെ ടൈബർ നദിയുമൊക്കെ ഓർമ്മ വരും. വൃത്തിയായി കെട്ടിയൊരുക്കിയ സുന്ദരമായ തീരങ്ങൾ. അതിനു കുറുകെ മുകളിലൂടെ ട്രെയിൻ കടന്നു പോകുന്നുണ്ട്. ഉയരത്തിലൊരു റെയിൽവേ പാലം, പിന്നെ നടക്കാനുള്ള ഒരു ഉരുക്കുപാലം. അങ്ങനെ പല പല പാലങ്ങളുണ്ട് ഓന്യാർ നദിക്ക് കുറുകെ. ഓന്യാർ നദിയുടെ തീരത്ത് കളർഫുള്ളായ കുറെ കെട്ടിടങ്ങളുണ്ട്. ഇതിന്റെ കരയിലൂടെയുള്ള നടപ്പ് തന്നെ രസകരമാണ്. ഇങ്ങേക്കരയിൽ വെയിലില്ല, നല്ല തണുപ്പുള്ള അന്തരീക്ഷം. മറ്റേ സൈഡിൽ വെയിലുണ്ട്. അങ്ങേക്കരയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കെട്ടിടങ്ങൾ. പല കെട്ടിടത്തിന്റെയും ഒരു ഭാഗം ബാൽക്കണി പോലെ നദിയിലേക്ക് തള്ളി നിൽക്കുന്നു. ഈ റിഫ്ലക്ഷൻ കൂട്ടി ഫോട്ടോ എടുക്കാൻ ധാരാളം ആളുകൾ ഇവിടെ വരാറുണ്ട്. തീരത്ത് ഉയർന്നു നിൽക്കുന്ന പള്ളിഗോപുരം, അതും നദിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന കാഴ്ച കാണാം. ആർക്കും ആ ഷോട്ടുകൾ എടുത്തേ പോകാൻ പറ്റൂ. ഇവിടെ നിന്ന് ഫോട്ടോകൾ എടുക്കുക എന്നുള്ളത് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളുടെ പ്രധാന ആക്ടിവിറ്റിയാണെന്ന് നഗരത്തിന്റെ ടൂറിസ്റ്റ് ഇൻഫർമേഷനിലും കാണാം. ഞാൻ തീരത്തുകൂടി നടന്നു. സാൻ ഫെലിയു പാലത്തിലേക്ക് ചെന്നുകയറി. അക്കരെയുള്ള പള്ളി ബസിലിക്ക ഓഫ് സാൻ ഫെലിയു എന്നാണ് അറിയപ്പെടുന്നത്. അതിലേക്ക് നീണ്ടുകിടക്കുന്നത് കൊണ്ടാവണം പാലത്തിനും സാൻ ഫെലിയു എന്ന് പേര് വന്നത്. ഒരു ഉരുക്കുപാലമാണ്. നടക്കാൻ മാത്രമുള്ള പാലം. കുട്ടികളും കുടുംബവുമൊക്കെയായിട്ടാണ് പലരും. ഇങ്ങനെയുള്ള വാഹനങ്ങളിലൊക്കെയാണ് കൊച്ചുകുട്ടികളെ കൊണ്ടുപോകുന്നത്. നദിയെ ക്രോസ് ചെയ്ത് മറുകരയിലേക്ക് നടന്നു. പാലം കടക്കുമ്പോൾ പള്ളിയുടെ താഴേക്കാണെത്തുന്നത്. അവിടുന്ന് കുറെ പടവുകൾ കയറി വേണം പള്ളിമുറ്റത്തെത്താൻ. കുറഞ്ഞത് 2000 വർഷത്തിൻ്റെയെങ്കിലും ചരിത്രമുള്ള നഗരമാണ് ജിറോണ. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായി യൂറോപ്പിലെങ്ങും അറിയപ്പെടുന്ന നഗരം. ശരിക്കും റോമാക്കാരാണ് ഈ നഗരത്തിന്റെ സ്ഥാപകർ. ശക്തമായ ഒരു കോട്ട നഗരമായാണ് റോമാക്കാർ ജിറോണയെ വളർത്തിയത്. പിന്നീട് വിസിഗോത്തുകളും മൂർ വർഗക്കാരായ മുസ്ലിം ഭരണാധികാരികളും ഫ്രഞ്ചുകാരുമെല്ലാം ജിറോണയെ കീഴടക്കി. സംസ്കാരം കൊണ്ടും വാസ്തുവിദ്യ കൊണ്ടും മതപരമായ കാര്യങ്ങൾ കൊണ്ടും ഇന്നും സ്പെയിനിലെ പ്രാധാന്യമാർന്ന ഒരു പട്ടണമാണിത്. കുറേ റെസ്റ്റോറൻറ്റുകൾ ഉണ്ടിവിടെ. പള്ളിയുടെ മുറ്റത്ത് ആളുകൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. വെയിലേറ്റിരുന്ന് സാൻഡ്വിച്ചും മറ്റും കഴിക്കുന്നവർ. മുറ്റത്തിന്റെ പല കോണുകളിലായി റെസ്റ്റോറൻറ്റുകൾ. യൂറോപ്യൻ നഗരങ്ങളിലെ സ്ക്വയറുകളിൽ ഇത്തരം റെസ്റ്റോറൻറ്റുകളിൽ ചെറിയ വെയിലേറ്റിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് വളരെ രസകരമായ അനുഭവമാണ്. ഈ പള്ളിയുടെ അകത്തേക്ക് ഒന്ന് കയറണമെന്ന് വിചാരിച്ചാണ് നടന്നത്.
ചെന്നപ്പോൾ അവിടെ വാതിൽ തുറന്നിട്ടില്ല. അങ്ങോട്ട് വേറൊരു വഴിയിലൂടെ പോകണം. ഓൾഡ് ടൗണിന് അകത്തുകൂടിയുള്ള വഴി. കല്ലുവിരിച്ച സുന്ദരമായ പാതകളാണ് ഓൾഡ് ടൗണിന്റെ ഇടത്തെരുവുകൾ. ഇരുവശത്തും പല കാലങ്ങളിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾ. ഇത്തരം ഇടുങ്ങിയ നിരവധി തെരുവുകൾ ഓൾഡ് ടൗണിനകത്തുകൂടിയുണ്ട്. ഇടുങ്ങിയ വഴി മറ്റൊരിടത്തേക്ക് തിരിയുന്നു. ഇവിടെ നിന്ന് കുറെ പടവുകൾ കയറിയാൽ പള്ളിയുടെ ലെവലിലേക്കെത്തും. ഞാൻ സ്റ്റെപ്പ് കയറി തുടങ്ങി. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കല്ലടുക്കി പണിത പടവുകളാണ്. നിലത്ത് കല്ല് വിരിച്ചിരിക്കുന്നത് കലാപരമായിട്ടാണ്. നടന്ന് ഞാൻ സാൻ ഫെലിയു പള്ളിയുടെ എൻട്രൻസിലേക്കെത്തി. ഒരു സൈഡിലൂടെയാണ് എൻട്രൻസ്. വലിയൊരു കോട്ട പോലെ നിൽക്കുകയാണ് പള്ളിയും അനുബന്ധ കെട്ടിടങ്ങളുമെല്ലാം. യൂറോപ്പിലെ പുരാതന നഗരങ്ങളിലെല്ലാം പള്ളികൾ ഇങ്ങനെ വലിയ കോട്ട പോലെയാണ്. 12 മുതൽ 17 വരെയുള്ള നൂറ്റാണ്ടുകൾക്കിടയിൽ പണിതതാണ് സാൻ ഫെലിയു പള്ളി. അതിനു മുൻപ് ഇതേ സ്ഥലത്ത് ഇതേ പേരിൽ ചെറിയൊരു പള്ളി ഉണ്ടായിരുന്നു. പള്ളിയുടെ അകത്ത് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ഇപ്പോൾ യൂറോപ്പിലെ മിക്ക പള്ളികളിലും ടൂറിസ്റ്റുകൾക്ക് ടിക്കറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 10-ാം നൂറ്റാണ്ട് വരെ ഇവിടെയുണ്ടായിരുന്ന ചെറിയ പള്ളിയായിരുന്നു ജിറോണയുടെ പ്രധാന കത്തീഡ്രൽ. 10-ാം നൂറ്റാണ്ടിൽ ഇപ്പോഴത്തെ പ്രധാന കത്തീഡ്രലായ ജിറോണ കത്തീഡ്രലിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ പദവി അതിന് കൈമാറി. അതോടെ ഇവിടെയുണ്ടായിരുന്ന പള്ളി പൊളിച്ചുമാറ്റി. തുടർന്ന് 12-ാം നൂറ്റാണ്ടിൽ ഇവിടെ വലിയൊരു പള്ളിയുടെ നിർമ്മാണം തുടങ്ങി. ആ പണികൾ 17-ാം നൂറ്റാണ്ട് വരെ നീണ്ടു. ആഫ്രിക്കൻ വംശജനായ വിശുദ്ധ ഫെലിക്സിന്റെ കല്ലറയ്ക്ക് മുകളിലാണ് ഈ പള്ളി നിൽക്കുന്നത്. അതിനാലാണ് സാൻ ഫെലിയു ചർച്ച് എന്നു പേരു വന്നതും. 3-4 നൂറ്റാണ്ടുകളിലെ 8 റോമൻ കല്ലറകളും ജിറോണ നഗരത്തിന്റെ കാവൽ വിശുദ്ധനായ വിശുദ്ധ നാർസിസസിന്റെ കല്ലറയുമെല്ലാം ഈ പള്ളിയുടെ പല ഭാഗങ്ങളിലായുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രധാന അൾത്താര. അവിടെ കന്യകാമറിയത്തിൻ്റേതുൾപ്പെടെ പല ശില്പങ്ങളുണ്ട്. യേശുവിൻ്റെ വലിയൊരു ക്രൂശിത രൂപവും. വലിയൊരു കോംപ്ലക്സ് തന്നെയാണിത്. അൾത്താരയുടെ 2 വശത്തും ചെറിയ ചാപ്പലുകളും. അകത്ത് ഒന്ന് ചുറ്റി നടന്ന ശേഷം സാൻ ഫെലിയു പള്ളിയിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി. അതിന്റെ മുറ്റത്ത് പ്രമുഖരെ സംസ്കരിച്ച സ്ഥലങ്ങളും സ്മാരകശിലകളുമൊക്കെ കാണാം. വീണ്ടും നടന്നു. ഒരു കോട്ടയുടെ ഭാഗമാണ് ശരിക്കും ഇവിടം. പള്ളി കോട്ടയുടെ പുറത്താണെന്ന് പറയാം. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. കല്ലുവിരിച്ച പാതയിലൂടെ അടുത്തതായി കത്തീഡ്രലിന്റെ സമീപത്തേക്ക് നടക്കുകയാണ്. ആദ്യകാലം മുതലേ നിരവധി ആക്രമണങ്ങൾ നേരിട്ട നഗരമാണ് ജിറോണ. അതിനാലാണ് ഇവിടെ ഇത്രയും ശക്തമായ കോട്ടമതിലുകൾ നിർമ്മിക്കപ്പെട്ടത്. റോമൻ ജനറലായിരുന്ന പോംപിയാണ് ആദ്യമായി ജിറോണയിൽ കോട്ട പണിതതെന്നാണ് ചരിത്രം. പിന്നീട് വന്ന ഭരണാധികാരികളെല്ലാം നഗരത്തെ ചുറ്റി നിൽക്കുന്ന വമ്പൻ മതിലുകൾ പണിയുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഈ കോട്ടവാതിലിനകത്തുകൂടി കയറിപ്പോകണം ഓൾഡ് ടൗണിന്റെ പ്രധാന ഭാഗത്തേക്കെത്താൻ. അതിശക്തമായ നല്ല ഉയരമുള്ള കൽമതിലുകൾ. പസേജ് ദ ലാ മുറായ എന്നാണ് പ്രാദേശികമായി ഈ നഗരമതിൽ അറിയപ്പെടുന്നത്. ഈ മതിലുകൾ ഉള്ളതിനാൽ നഗരം കീഴടക്കാനാവാതെ നിരവധി തവണ ശത്രുക്കൾ ജിറോണയെ മാസങ്ങളോളം ഉപരോധിച്ചിട്ടുണ്ട്. 1000 ഉപരോധങ്ങളുടെ നഗരം എന്ന ഒരു പേര് തന്നെയുണ്ട് ജിറോണയ്ക്ക്. ജിറോണ കത്തീഡ്രൽ സ്ക്വയർ എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. അതിൻ്റെ ഒരു കോണിലാണ് ഞാൻ നിൽക്കുന്നത്. ചെറിയൊരു സ്ക്വയറാണ്. അവിടുന്ന് കുറേ സ്റ്റെപ്പുകൾ കയറി വേണം പള്ളിയിലെത്താൻ. രസകരമായൊരു കാര്യമുണ്ട്. മുഖപ്പ് കണ്ടാൽ ഇതൊരു പള്ളിയാണെന്ന് തോന്നുകയേയില്ല. യൂറോപ്പിൽ സാധാരണ കാണുന്ന പള്ളികളുടെ ഒരു ശൈലിയെയല്ല ജിറോണ കത്തീഡ്രലിൻ്റേത്. അവിടേക്കെത്താൻ കുറേ പടവുകളുണ്ട്. അത് കയറി മടുക്കും എന്ന് തോന്നും. പക്ഷേ കയറി തുടങ്ങുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നു. കുത്തനെയുള്ള പടവുകളല്ല. ഏതാണ്ട് 12 സെന്റിമീറ്ററേ ഉള്ളൂ ഓരോ സ്റ്റെപ്പിനും ഉയരം. അതുകൊണ്ട് അനായാസം കയറിപ്പോകാം. ആകെ 90 പടവുകളുണ്ട്. പടി കയറി ഞാൻ മുകളിലെത്തി. ഈ പള്ളിയുടെ മുഖപ്പിൽ കുറേ ശില്പങ്ങളും കൊത്തുപണികളുമൊക്കെയുണ്ട്.
എന്നാലും താഴെ നിന്നപ്പോൾ ഒരു ചതുരപ്പെട്ടി പോലെയാണ് ഇതിന്റെ രൂപം കണ്ടത്. മുൻഭാഗത്ത് നിലയിട്ട് അറ്റകുറ്റപ്പണികൾ നടക്കുന്നു. ആനവാതിലിൽ പഴയ കൊത്തുപണികൾ മിനുക്കുകയോ പുതിയവ ചെയ്യുകയോ ആണ്. വളരെ സൂക്ഷ്മതയോടുകൂടിയുള്ള പണി. ഉരുക്കോ ചെമ്പോ കൊണ്ടുള്ള വാതിലാണ്. സ്ത്രീകളാണ് ഈ പണികൾ ചെയ്യുന്നത്. റിനോവേഷൻ വർക്കുകൾ നടത്തുന്നത് മുഴുവൻ സ്ത്രീകളാണ്. താഴെ നിൽക്കുന്നതും മുകളിൽ നിൽക്കുന്നതുമെല്ലാം സ്ത്രീകൾ തന്നെ. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പെയിന്റിംഗ് ജോലികൾക്കൊന്നും സ്ത്രീകൾ ഇറങ്ങിത്തുടങ്ങിയിട്ടില്ലല്ലോ. പള്ളിയുടെ മുൻപിൽ കൂടി കയറാൻ പറ്റാത്തതിനാൽ സൈഡിൽ കൂടി കയറാം എന്ന് തീരുമാനിച്ച് ഞാൻ അങ്ങോട്ട് നടന്നു. അവിടെ ഒരു മുറ്റമാണ്. ആ മുറ്റത്തിന് അഭിമുഖമായി ഒരു വാതിലുണ്ട്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആ വാതിലും പൂട്ടിയിരിക്കുകയാണ്. മറുവശത്തുകൂടി തന്നെ പോകണം. അവിടേക്ക് നടക്കുമ്പോൾ ഒരു ഗോപുരം കാണാം. പണി പാതി പൂർത്തിയായ മട്ടിലുള്ള ഗോപുരം. അല്പം മുൻപ് ഞാൻ സന്ദർശിച്ച സാൻ ഫെലിയു പള്ളിയുടെ ഗോപുരമാണത്. ശരിക്കും അത് മുകൾ ഭാഗം കൂർത്ത ഗോപുരമായിരുന്നു. 1651 ഒരു ദിവസം ശക്തമായ ഇടിമിന്നലേറ്റ് ആ മുകൾ ഭാഗം തകർന്നു. തുടർന്ന് അഗ്രഭാഗം പഴയതുപോലെ പുനർനിർമ്മിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ച് അവിടം പരന്ന രീതിയിലാക്കുകയായിരുന്നു. ജിറോണ കത്തീഡ്രലിന്റെ മുറ്റത്തുകൂടിയാണ് ഞാൻ നടക്കുന്നത്. ബിഷപ്പിന്റെ ആസ്ഥാന ദേവാലയത്തിനാണ് കത്തീഡ്രൽ എന്ന് പറയുന്നത്. ഇവിടെ ഒരു മ്യൂസിയമുണ്ട്. പ്രഷർ മ്യൂസിയം എന്നാണ് ഇതറിയപ്പെടുന്നത്. കത്തീഡ്രലിന്റെ ചരിത്രം വിവരിക്കുന്ന മ്യൂസിയമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മതപരമായ കലാവസ്തുക്കളും ചരിത്രരേഖകളുമൊക്കെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. സാൻ ഫെലിയു പള്ളിയിൽ നിന്നെടുത്ത ടിക്കറ്റ് ഉപയോഗിച്ച് ജിറോണ കത്തീഡ്രലിലും കയറാം. ഞാൻ അകത്തേക്ക് കയറി. ഗോത്തിക് ശില്പകലയുടെ ഉദാത്ത മാതൃകയായി അറിയപ്പെടുന്ന കത്തീഡ്രലാണിത്. കല്ലും മരവും ഗ്ലാസും ഉപയോഗിച്ചു തീർത്ത ഒരു വാസ്തുവിദ്യാ വിസ്മയം. റൊമനസ്ക് ശൈലിയും ഇതിൽ കൂട്ടിയിണക്കിയിട്ടുണ്ട്. ആദ്യത്തെ ഹാളിൽ ഇങ്ങനെയാണ് കാഴ്ച. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിർമ്മിതികൾ. ഇവിടുന്ന് മുന്നോട്ട് വ്യാപിച്ചു കിടക്കുകയാണ് കത്തീഡ്രൽ ഭാഗങ്ങൾ. അവിടേക്ക് നടക്കാം. ഈ പള്ളിയിൽ നിരവധി അൾത്താരകളുണ്ട്. പ്രധാന അൾത്താരയ്ക്ക് പുറമെ മറ്റ് ചെറിയ ചെറിയ അൾത്താരകൾ. അതൊക്കെ ഓരോ വിശുദ്ധന്മാരുടെയും വിശുദ്ധകളുടെയും പേരിലുള്ളതാണ്. എല്ലാം ഗ്രില്ലുകൾക്കപ്പുറമാണ്. കാരണം അൾത്താരയിലെ അലങ്കാരപ്പണികൾക്ക് സ്വർണത്തിന്റെ പാളികൾ വരെ ഉപയോഗിച്ചിട്ടുണ്ട്. 1000 വർഷം പഴക്കമുള്ള ഈ ശില്പങ്ങളും മറ്റും വിലമതിക്കാനാവാത്തതാണ്. കത്തീഡ്രലിലെ ഓർഗനാണ് ഇടതുവശത്ത്. കൂറ്റൻ പൈപ്പ് ഓർഗൻ. 1944 അതിവിടെ സ്ഥാപിച്ചത്. പടുകൂറ്റൻ പള്ളിയാണ്. ഇതിന്റെ തൂണുകൾക്കിടയിലെ ഭാഗമായ നേവിന് ഒരു പ്രത്യേകതയുണ്ട്. ലോകത്തെ തന്നെ ഏറ്റവും വീതിയുള്ള ഗോത്തിക് നേവാണത്. 75 അടിയാണ് വീതി. 11 മുതൽ 18 വരെ നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ പ്രബലമായിരുന്ന എല്ലാ വാസ്തുവിദ്യാ ശൈലിയും സംഗമിക്കുന്ന കത്തീഡ്രലാണിത്. നിലത്ത് സ്മാരകശിലകൾ. പല കാലത്തിൽ മരിച്ച പ്രമുഖരുടെ സ്മാരക ഇടമാണ്. ഈ കത്തീഡ്രൽ നിൽക്കുന്ന സ്ഥലത്തിന് തന്നെ വലിയൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ഇവിടെ 6-ാം നൂറ്റാണ്ടിലോ 7-ാം നൂറ്റാണ്ടിലോ നിർമ്മിച്ച ഒരു പള്ളി ഉണ്ടായിരുന്നു പണ്ട്. AD 717 മൂറുകൾ ഇവിടം പിടിച്ചടക്കിയപ്പോൾ ആ പള്ളി ഒരു മോസ്കാക്കി മാറ്റി. പിന്നീട് 785 ഫ്രാങ്കുകൾ നഗരം കീഴടക്കും വരെ മോസ്കിന്റെ പ്രവർത്തനം തുടർന്നു. ആ പള്ളി പൊളിച്ചുകളഞ്ഞാണ് ഈ ഭീമാകാരൻ ദേവാലയമുണ്ടാക്കിയത്. ഇവിടെ ഇങ്ങനെ പ്രാർത്ഥനയ്ക്കായുള്ള പല ഭാഗങ്ങളുണ്ട്. അതിനു മുന്നിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നു ഭക്തർ. അപൂർവം ഭക്തരേ ഉള്ളൂ. വരുന്നവരിൽ കൂടുതലും ടൂറിസ്റ്റുകൾ തന്നെയാണ്. ഭക്തിപൂർവം മെഴുകുതിരി കത്തിക്കുന്നതൊന്നും ഇപ്പോൾ യൂറോപ്പിൽ അധികം കാണാറില്ല. സ്പെയിനിൽ പോലും പള്ളികളിൽ വിശ്വാസികൾ നന്നേ കുറഞ്ഞിരിക്കുന്നു. അൾത്താരകളിൽ ഒന്നാണിത്. അങ്ങനെ പല അൾത്താരകളുണ്ട്. ടൂറിസ്റ്റുകളായി കുറച്ചു പേർ വരുന്നു. ടിക്കറ്റ് എടുത്ത് കയറുന്നു. ഞായറാഴ്ച കുർബാനയ്ക്ക് കുറച്ചു പേർ എത്തുമായിരിക്കാം. പ്രായമായവരാണ് പ്രാർത്ഥനയ്ക്കായി കൂടുതലും വരുന്നത്. കത്തീഡ്രലിൽ നിന്ന് ഞാൻ പുറത്തേക്ക് നടന്നു. ഇറങ്ങിപ്പോകുന്നത് ഒരു സ്റ്റോർ വഴിയാണ്. അവിടെ കുറേ സുവനീറുകൾ, ഭക്തവസ്തുക്കൾ, ബൈബിൾ, വിശുദ്ധരുടെ പ്രതിമകൾ എന്നിവയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇറങ്ങിയെത്തുന്നത് മട്ടുപ്പാവ് പോലുള്ള ഒരു ഭാഗത്തേക്കാണ്. ഈ മട്ടുപ്പാവ് വഴിയാണ് ഞാൻ കയറി വന്നതും. ഇവിടെ നിന്നും താഴെയുള്ള സ്ക്വയറൊക്കെ കാണാം.
700 800 വർഷം മുൻപ് ഇതൊക്കെ പണിതവരെക്കുറിച്ചാണ് ഞാൻ ഓർക്കുന്നത്. ഓരോ കല്ലും കൊണ്ടുവന്ന് ചെത്തിമിനുക്കി ചേർത്ത് വെച്ചു പണിത കൽപ്പണിക്കാർ. അവരുടെയൊക്കെ വിയർപ്പ് ഇതിലെല്ലാം വീണിരിക്കാം. എന്നോ മറഞ്ഞുപോയ അവരെയൊക്കെ ആരോർക്കുന്നു? നൂറ്റാണ്ടുകളായി എത്രയോ തലമുറകൾ നടന്നുപോയ തെരുവുകളാണിത്. 1000 വർഷം മുൻപൊക്കെ ആളുകൾ നടന്നും കുതിരപ്പുറത്തും ഇതിലെ കടന്നുപോയിരുന്നു. അക്കാലത്ത് എന്നും കുതിരക്കുളമ്പടി മുഴങ്ങിയിരുന്ന തെരുവുകളാണിത്. പലയിടത്തും ഇടത്തെരുവുകളുണ്ട്. പടികൾ കയറി നടക്കാവുന്ന ഇടത്തെരുവുകൾ. ഞാൻ ആ തെരുവിലൂടെ അങ്ങനെ നടന്നു. ഫോർസ എന്ന സ്ട്രീറ്റാണിത്. ജിറോണയ്ക്ക് അതിദീർഘമായൊരു ചരിത്രമുണ്ട്. പ്രഭുക്കന്മാർ, രാജാക്കന്മാർ, ഉപരോധങ്ങൾ, യുദ്ധങ്ങൾ, ഇതിൻ്റെ എല്ലാം കഥകൾ പറയാനുമുണ്ട്. എത്രയോ പേരുടെ ജീവത്യാഗത്തിൻ്റെ കഥകൾ, വലിയ നേട്ടങ്ങളുടെയും വിജയങ്ങളുടെയും കഥകൾ. ആ ചരിത്ര വഴികളിൽ ഞാൻ സഞ്ചാരം തുടർന്നു.